പണ്ട് മഹാമുനിയായ അഗസ്ത്യൻ കൈലാസത്തിലെത്തി മഹാദേവനെ പൂജിച്ചു. പൂജയിൽ സംപ്രീതനായ മഹാദേവൻ അഗസ്ത്യമുനിക്ക് 2 മലകൾ ദാനമായി നൽകി അനുഗ്രഹിച്ചു. 2 മലകളും തന്റെ പർണശാലയിലെത്തിക്കാൻ അഗസ്ത്യൻ ഹിഡുംബൻ എന്ന അസുരനെ ചുമതലപ്പെടുത്തി. അതിനുശേഷം അഗസ്ത്യമുനി കൈലാസത്തിൽ നിന്നു മടങ്ങി. മുനിയുടെ നിർദ്ദേശപ്രകാരം ഹിഡുംബൻ തന്റെ തോളിൽ ഒരു ദണ്ഡിന്റെ 2 അറ്റങ്ങളിലായി മലകൾ എടുത്ത് പർണശാലയിലേക്ക് തിരിച്ചു. യാത്രാമധ്യേ പഴനിക്ക് സമീപമെത്തിയപ്പോൾ ക്ഷീണം കാരണം ഹിഡുംബൻ വിശ്രമിക്കാനായി മലകൾ തന്റെ തോളിൽ നിന്നിറക്കി. ക്ഷീണമകറ്റിയ ശേഷം ഹിഡുംബൻ മലകൾ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. കാരണം തേടിയ ഹിഡുംബന് മലകളിലൊന്നായ ശിവഗിരിയിൽ തേജസ്വിയായ ഒരു ബാലൻ നിൽക്കുന്നതാണ് കണ്ടത്. ഈ ബാലനാകട്ടെ കൈലാസ പർവ്വത നിരയുടെ ഭാഗമായ മല തന്റേതാണെന്ന് വാദിച്ചു. വാക്ക് തർക്കത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിൽ ബാലൻ ഹിഡുംബനെ വധിച്ചു. ദിവ്യദൃഷ്ടിയിൽ ഇക്കാര്യം അറിഞ്ഞ അഗസ്ത്യമുനി ഹിഡുംബന്റെ ഭാര്യയോടൊപ്പം അവിടെ എത്തി ദിവ്യബാലനായ സുബ്രഹ്മണ്യനോട് ക്ഷമയാചിച്ചു. സംപ്രീതനായ സുബ്രഹ്മണ്യ സ്വാമി ഹിഡുംബന് ജീവൻ നൽകി. പുനർജനിച്ച ഹിഡുംബൻ സുബ്രഹ്മണ്യ സ്വാമിയോട് 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. ആദ്യത്തേത് തന്നെ പഴനി ആണ്ടവന്റെ ദ്വാരപാലകനാക്കണമെന്നും രണ്ടാമത്തേത് താൻ മലകൾ തോളിൽ കൊണ്ടുവന്നതുപോലെ പൂജാദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ കാവടിയായി കൊണ്ടുവരുന്നവരെ അനുഗ്രഹിക്കണമെന്നും. ഈ 2 വരങ്ങളും മുരുകൻ ഹിഡുംബന് നൽകി അനുഗ്രഹിച്ചു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.